അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സൗദാമിനി അമ്മയും ഗംഗാധരനും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ അലീനയും മനുവും തമ്മിലുള്ള കല്യാണ വിഷയമാണ് അവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പം ഗംഗാധരന് സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല അലീന മനുവും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട്. പക്ഷേങ്കിൽ സൗദാമിനി അമ്മയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സൗദാമിനി അമ്മ പറഞ്ഞു, എടാ മോനെ, നീ സപ്പോർട്ട് ചെയ്യുവാണോ അവനെ? മുതിർന്നവർ വേണ്ടേ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഒന്നും അല്ലെങ്കിലും ബാലേന്ദ്രന്റെ മോളാന്ന് പറഞ്ഞാലും ആ വീട്ടിലെ വേലക്കാരിയായിട്ട് വന്നതല്ലേ. ഇവിടെ എന്നെ നോക്കാനായിട്ട് അവൾ ആദ്യം വന്നേ. അങ്ങനെ ഒരുത്തിയെ മനു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്തായിരിക്കും? കൈതയ്ക്കൽ മാളി വീടിനെ കുറിച്ച് ഓരോരുത്തർ പറയും വേലക്കാരിയെ കല്യാണം കഴിച്ചെന്നൊക്കെയല്ലേ, പിന്നെ വേറെന്തേലുമൊക്കെ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും. അത് കേട്ടപ്പം ഗംഗാധരൻ പറഞ്ഞു, അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവള് വേലക്കാരിയാന്ന്? അല്ല, അത് പിന്നെ ബാലേന്ദ്രന്റെ മോളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും അത് ശരിയാണോടാ? ആ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ കമല സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നാലാളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അമ്മേ, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തും കുറെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബാലേന്ദ്രനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വൈജയുടെ കാര്യം തന്നെ അമ്മയൊന്ന് എടുത്തു നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി സൗദാമിനിയമ്മയ്ക്ക്. വൈജ കല്യാണത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചായിരുന്നല്ലോ. എന്നിട്ട് എന്തായി ഒടുവില്? അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചെയ്യാനൊന്നും പോണ്ട. ഞാൻ നോക്കിയിട്ട് അലീന നല്ല കുട്ടിയാണ്. അവളെപ്പോലൊരു പെൺകുട്ടിയെ മനുവിന് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ സൗദാമിനിയമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും സമ്മതമാണ്. ഇനിയിപ്പം കമലയുടെ സമ്മതമൊക്കെ ആരും നോക്കുന്നു. മനുവിന് സമ്മതമാണെങ്കിൽ ആ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാന്ന് പറഞ്ഞു. ഇനിയിപ്പം അമ്മ സമ്മതിച്ചാലും ഇല്ലേലും മനുവിന് സമ്മതമാണെങ്കിൽ അവനെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. അത് കേട്ടപ്പോൾ സൗദാമിനിയമ്മ പറഞ്ഞു, എങ്കില് ഇവിടെ മിക്കവാറും ഒരു പ്രശ്നം ഉണ്ടാകും. ഒരു യുദ്ധക്കളമായിട്ട് മാറും മിക്കവാറും ഈ വീട്. നിനക്കറിയാലോ. കമലയുടെ കാര്യം അറിയാവുന്നല്ലേന്ന് ചോദിച്ചു. അതെ, കമലയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ. അതുപോലെ കാര്യങ്ങൾ പോക്ക്. എന്തിനേറെ പറയുന്നു, ശിവൻ പോലും ഒരക്ഷരം പോലും മിണ്ടത്തില്ലല്ലോ. കല്യാണത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. എതും പറഞ്ഞിട്ട് ഗംഗാധരൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. സൗദാമിനിയും ഇങ്ങനെ ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും ഇവരെല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അലീനയും മനുഷ്യങ്ങളും തമ്മിലുള്ള വിവാഹത്തെ. ഒരു ജോലിക്കാരിയാണ് അവിടുത്തെ. പക്ഷെ ബാലേന്ദ്രന്റെ മോളായതുകൊണ്ടാണോ? ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നാലും കുറച്ച് അന്തസ്സും അഭിമാനവും ഒക്കെ നോക്കേണ്ടതല്ലേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അവരുടെ മോൾ എന്താ ചെയ്തത്, എങ്ങനെയാ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അത് മാത്രമല്ല, മോളുടെ മോളാന്നുള്ള കാര്യങ്ങളും അവർക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീട് ഗംഗാധരൻ മനുഷ്യങ്ങനെ കാണാനായിട്ട് മുറിയിലേക്ക് എന്നിട്ട് ഗംഗാധരൻ പറഞ്ഞു, എടാ മനു, നമുക്കൊരു കാര്യം ചെയ്താലോ? കടപ്പാട്ടൊരു വീട് വരെ പോയാലോന്ന് ചോദിച്ചു. എന്തിനാ വെല്ലിച്ച? അല്ല, അവിടെ ചെന്ന് അലീനെ ഒന്ന് കണ്ട് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവുമോ നോക്കാന്നേ. ഒന്ന് സംസാരിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിലും വൈജയെ ഒന്ന് കാണുകയും ചെയ്യണം. പറ്റുമെങ്കിൽ അലീനയോട് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. ഇനിയിപ്പം നമ്മുടെ ഒരു വാക്കും കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായെങ്കിലോ, അവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ. അത് കേട്ടപ്പോൾ മനുവിനും തോന്നി അങ്ങനെയാണെന്ന് പോയി നോക്കാന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. വന്ന സമയത്ത് ആദ്യം ഗംഗാധരൻ വൈജയന്തിയെ കാണാനായിട്ട് കയറി ചെന്നു. വൈജയന്തിയുടെ ആകപ്പാടെ കട്ടക്കലിപ്പില. ഗംഗാധരനെ കണ്ടു കഴിഞ്ഞ് പറഞ്ഞു, ആ ഗംഗേട്ടൻ വന്നോ? എങ്ങനെയുണ്ട് വൈജയൻ നിനക്ക്? പിന്നെ എനിക്കിവിടെ പരമാനന്ദ സുഖമാണല്ലോ. നിനക്കെന്താടി? അലീനയില്ലേ, പിന്നെ നിന്റെ മക്കളില്ലേ, പിന്നെ നിനക്കിവിടെ എന്തിനാ ഒരു കുറവ്? ഒരു കുറവില്ല, എനിക്കെല്ലാം കൂടുതലും ഉള്ളെന്ന് പറഞ്ഞു. എടി, നിന്റെ കാര്യം നോക്കാനായിട്ട് നിന്റെ ഉള്ളപ്പോൾ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? അലീന ചെയ്ത് കാര്യങ്ങളൊന്നും തരുന്നില്ലേ? എങ്കിൽ ഞാൻ അലീനയോട് ചോദിക്കാം. എൻ്റെ പൊന്നോ, അവളുടെ സഹായ സഹകരണമൊന്നും എനിക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ എൻ്റെ മക്കളെ പോലും അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഇപ്പോഴുണ്ടല്ലോ ഭവിതയും കൃഷ്ണയൊക്കെ അവൾ പറയുന്നതിനപ്പുറം ചലിക്കില്ല എന്ന് പറഞ്ഞു. ആ, അതൊരു നല്ല കാര്യമല്ലേ. നീ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവൾ എത്രമാത്രം പാടുപെടുന്നുണ്ടെന്നറിയോ? പിന്നെ ഭയങ്കരമായിട്ട് കിടന്ന് പാടുപെടുന്നുണ്ട്. ഈ വീട്ടിൽ അധികാരം സ്ഥാപിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞ ഗംഗേട്ടനോട് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നില്ലാന്ന്. എനിക്കിവിടെ ഒരു പട്ടിയുടെ വില പോലും ഇപ്പം ഇല്ലാന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, വൈജയ്, ആ വിലയില്ലാതാക്കിയത് ആരാ? ഞാനാണോ അതോ നീയാണോ? നീ തന്നെയല്ലേ സ്വന്തം വില കൊണ്ടേ കളഞ്ഞ് കുളിപ്പിച്ചേ. എടി, അവനോ നിൽക്കേണ്ടടുത്ത് അവനോ നിൽക്കുവാണെങ്കിൽ വേറെ ആരും ആ സ്ഥാനത്തേക്ക് വരത്തില്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. അവിടെയാണ് നിന്റെ കഴിവുകേടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, അല്ലെങ്കിലും അതെ, ശിവേട്ടനും ഗംഗേട്ടനും ഒക്കെ കുറച്ച് നാളായി. എനിക്കിപ്പോൾ ആരുമില്ല. ഞാൻ ഒറ്റയായി പോയല്ലോ. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനൊന്നും ആരില്ല. അല്ലായിരുന്നെങ്കിൽ
ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ബാലേന്ദ്രനെ ഒരു വഴിക്കാക്കിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, നിനക്കെന്താ വൈജയ, തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ബാലേന്ദ്രൻ എന്ത് തെറ്റിയെന്നാ? ഓ, ഒരു തെറ്റും ചെയ്തിട്ടല്ല, പുണ്യാളനാണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യപ്പെടുവാണ്. ഗംഗാധരൻ പറഞ്ഞു, വൈജയൻ നിന്റെ ഈ ദേഷ്യം കൊണ്ടൊന്നും നടക്കില്ല. ആദ്യം നിന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിന്റെ മക്കളും പോലും മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അലീനെ അവർക്ക് അത്ര സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, രോഹിത്ത് വന്നിട്ട് എന്തായി? ആ, ഞാനൊന്ന് രണ്ട് തവണ അവനോട് പോയി സംസാരിച്ചോളൂ. ഓ, അപ്പം അത്രയ്ക്കേ ഉള്ളൂ നിന്റെ ഉത്തരവാദിത്തം. എടി, നീ ഒരു അമ്മയല്ലേ, നിനക്ക് അവനോട് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ മേലായിരുന്നോ? എന്ത്? അല്ല, അവനോട് പോയി ഒന്ന് സംസാരിക്കാനൊക്കെ മേലായിരുന്നോ? പിന്നെ എപ്പോഴും എനിക്ക് ആ സ്റ്റെപ്പ് കയറി ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. കൊള്ളാം, ഞാൻ എന്താണെങ്കിലും അവനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അല്ല ഗംഗേണ്ണ, നീ എന്നാ പോന്നേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പം ഹരിയുടെ കാര്യത്തിൽ ജാമ്യം പോലും കിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ. ജാമ്യം കിട്ടില്ലെന്നോ? അതെ, പോക്സോ കേസാന്ന് അറിയാൻ കഴിഞ്ഞേ. ഓ, അങ്ങനെയാണല്ലേ. അവൻ കാരണമാ എൻ്റെ മോൻ്റെ ജീവിതം കൂടെ താർന്നത്, അവനുമായിട്ടുള്ള കൂട്ടുകെട്ട്. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നീ കൂടുതലൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയം അലീനയുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു മണിശങ്കർ. പിന്നീട് അലീന അവർക്ക് ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, ഞാനേ രോഹത്തിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. പിന്നീട് അലീന ചോദിച്ചു, അല്ല മനുവേട്ടൻ ഹരിയെ കാണാൻ പോയിട്ട് എന്തായി? അവരുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഹരിക്ക് മാത്രം ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? അവൻ്റെ മേലെ പോക്സോ കേസാണ് ചുമത്തിയിരിക്കുന്നത്. പിന്നെ 2 വർഷം മുമ്പ് ആ പെൺകുട്ടി അവൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയണേ. അതുകൊണ്ട് ജാമ്യം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയൊന്നും മിണ്ടിയില്ല. കാരണം ഹരി ഇനിയിപ്പോൾ എത്ര തെറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാലും അലീനയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഗംഗാധരൻ രോഹിത്തിനെ കാണാനായിട്ട് മുറിയിലേക്ക് വന്നു. ആ സമയത്ത് രോഹിത്ത് കിടക്കുമായിരുന്നു. ഗംഗാധരനെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അങ്കിളെന്നും പറഞ്ഞ് എഴുന്നേറ്റു. ആ മുമ്പത്തെ ആ ദേഷ്യഭാവം അങ്ങനെയൊന്നും ഇല്ല. അവൻ്റെ മുഖത്തൊരു പ്രസന്നതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രോഹിത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഗംഗാധരൻ. രോഹിത്ത് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വല്യച്ചാന്ന് പറഞ്ഞു. അല്ല അങ്കിളേന്ന് പറഞ്ഞു, നിനക്കിനി അപ്പോൾ കോളേജിലൊക്കെ പോകണ്ടേ? ഓ, ഇനി ഈ വർഷം പോകുന്നില്ല എന്ന് വെച്ചു. അതെന്താടാ? കോളേജിൽ പോയല്ല. എടാ, നീ തെറ്റുകാരനല്ലെന്ന് കോടതിക്ക് മനസ്സിലായ കാര്യമല്ലേ, അപ്പം പിന്നെ നീ എന്തിനാ നിന്റെ പഠിത്തം മുടക്കണമെന്ന് ചോദിച്ചു. അത് ശരിയാകത്തില്ല. രോഹത്തിന് പോകാൻ ഒട്ടും താല്പര്യമില്ലെന്ന് മനസ്സിലായി. പിന്നീട് കുറച്ച് സമയം കൂടെ അവനോട് സംസാരിച്ച് അവനെ നന്നായിട്ട് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. അതെ, ഇനി നീ ഇങ്ങനെ മുറിക്കാതെ തന്നെ അടച്ചിരിക്കരുത്, പുറത്തങ്ങി ഇറങ്ങി നടക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ താഴേക്ക് വരുമ്പോഴത്തേനുമാണ് ബാലേന്ദ്രൻ വരുന്നത്. അപ്പം ബാലേന്ദ്രന് കടയിൽ പോയിട്ട് വരുന്ന വരവായിരുന്നു. പിന്നീട് ബാലേന്ദ്രനും ഗംഗാധരനും തമ്മിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് ഗംഗാധരന് അലീനയോടൊന്ന് തനിച്ച് സംസാരിക്കണമെന്നുണ്ട്. കാരണം ഒരു പക്ഷേങ്കിൽ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുസരിച്ചാലോ. ശരണ്യെ പോയി കണ്ട് അവള് ഹരിയുടെ കാര്യം പറയുവാണെങ്കിൽ ജാമ്യം കിട്ടുവാണെങ്കിൽ അത് ശിവനും കമലയ്ക്കും ഒക്കെ ഒരു ആശ്വാസമാകുന്ന കാര്യമാണ്. പക്ഷെ അത് ചോദിക്കാനും പറയാനുള്ളൊരു ധൈര്യം കേൾക്കാതിന് കുറവായിരുന്നു. ഇനിയിപ്പോൾ താൻ ഇതുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒടുവിൽ അലീനയെ വിളിച്ച ഗംഗാധരൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അങ്കിളെ പറയുന്നോടൊന്നും തോന്നരുത്, എനിക്ക് ശരണ്യയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഹരി അവളുടെ ജീവിതം ചവിട്ടി അരച്ച് കളഞ്ഞ, അവൻ പ്രേമം നടിച്ചാണ് അവളെ വശത്താക്കിയത്. അതും പോരാഞ്ഞിട്ട് കൂട്ടുകാർക്കൂടെ അവൻ കാണിച്ചു വെച്ചു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഇതിനു മുമ്പ് അവന് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അതൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം എന്നോട് അവൻ ചെയ്ത എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം അതുപോലെ ഉള്ള ഒരുത്തന് ആ പെൺകുച്ചിനോടൊന്നും ചെയ്യില്ലെന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കും? അവൻ വായെടുത്ത കള്ളത്തരം മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് എന്നെ ഇതിനകത്തേക്ക് പിടിച്ച് വലിച്ചിടില്ല അങ്കിളെ. ഞാൻ എന്തായാലും ശരണ്യോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഗംഗാധരൻ പറഞ്ഞു, മോളെ എനിക്കറിയാം നിന്റെ മാനസിക വിഷമം എന്താന്ന്, പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അവന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ നിരപരാധിയാണെങ്കിലോ. നിരപരാധി എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് അവൻ ആ പെൺകുച്ചിയെ ഉപദ്രവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അവളെ കൊണ്ട് മറ്റുള്ളവരങ്ങനെ പറയിക്കുന്നതാണെങ്കിലോ. പോക്സോ കേസൊന്നും ഒഴിവാക്കി കൊടുത്താൽ മതിയെന്നാണ് പറയണേ. പിന്നത്തെ കാര്യം അവിടെ നോക്കിക്കോളെന്ന് പറയുന്നേ. ആ പോക്സോ കേസ് കൂടെ ഉണ്ടെങ്കിൽ ശിക്ഷ കൂടുതൽ കിട്ടുമല്ലോ എന്നൊക്കെ പറയണം. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.